ഹായ്, ഞാനിന്നൊരു കാര്യം പറയട്ടെ. നമ്മൾ ഇന്ന് മനുഷ്യന്മാർ നന്ദിയുള്ളവരായിട്ടിരിക്കണം. അവർ എന്ത് സഹായം കിട്ടിയാലും എന്ത് കാര്യം കിട്ടിയാലും ചെറിയ കാര്യമായാൽ പോലും അതിന് നമുക്ക് നന്ദി ഉണ്ടാവണം. നമ്മുടെ ഈ ജീവൻ തന്നെ ഇപ്പം നമ്മൾ ഈ ഇരിക്കുന്ന ഒരു മൊമെൻറ്റ് മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ ജീവനോടെയാണെന്ന് പറയുന്നത്. അടുത്ത മൊമെൻറ്റ് നമുക്ക് എന്ത് സംഭവിക്കുന്നു, ഈ പറയണ എനിക്ക് എന്ത് സംഭവിക്കുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. ദൈവം തമ്പുരാനാണ് നന്ദി പറയുക. ആരോഗ്യത്തോടും ആയുസ്സോടും കൂടിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, നന്ദി പറയാൻ പഠിക്കണം. അതേപോലെ ആരെന്ത് ചെയ്തു തന്നാലും എന്ത് കാര്യത്തിനോടായാലും എന്ത് സാധനം കിട്ടിയാലും നമ്മൾ അത്രയും ആഗ്രഹിച്ച് നമുക്കൊരു സാധനം കിട്ടിക്കഴിയുമ്പോഴത്തേക്കും അതിന് നന്ദി പറയാൻ പഠിക്കണം. അതേപോലെ ആരെങ്കിലും ഒരു ചെറിയ ഹെൽപ്പ് നമുക്ക് ഹെൽപ്പായിട്ട് തോന്നൂലായിരിക്കാം, പക്ഷേ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തരുന്നുണ്ടെങ്കിൽ അത് അവരുടെ ആ ഒരു മനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ നന്ദി പറയണം. ഇപ്പം ഞാനിത് പറയാൻ കാരണം, ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് എനിക്കൊരു 10-15 സബ്സ്ക്രൈബേഴ്സിന് കൂടുതൽ കിട്ടി. അപ്പോൾ എനിക്ക് അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പം ചാനൽ തുടങ്ങിയത് തന്നെ എനിക്കിങ്ങനെ സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. ഇപ്പം നിങ്ങൾ വിചാരിക്കും അതിനു വേണ്ടിയും വലിയ യൂട്യൂബറൊന്നും ആയിട്ടില്ലല്ലോ, ചാനലൊന്നും ആയിട്ടില്ലല്ലോ എന്നൊക്കെ, സബ്സ്ക്രൈബേഴ്സൊന്നും ആയിട്ടില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും. പക്ഷേ എനിക്ക് ഒരാൾ സബ്സ്ക്രൈബ് ചെയ്താൽ പോലും അതെൻ്റെ വലിയൊരു നേട്ടമാണ്. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഈ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ അടുത്തു നിന്നുള്ള ഈ സഹായം ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടുതൽ വീഡിയോസ് ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്യും. എനിക്കിപ്പം ട്രാവൽ വ്ളോഗൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എങ്ങനെയാവുമെന്ന് അറിഞ്ഞൂടാ, ഇതിൽ ഈ ഫീൽഡിലോട്ട് ആദ്യമായിട്ടല്ലേ, അപ്പം അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങളോട് എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ, എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനെ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഒരുപാട് വേദനിപ്പിച്ചവരെക്കാട്ടിലും നമ്മൾ ചെയ്യേണ്ടത് എന്താ പറയുക, നമ്മുടെ മനസ്സിൽ നമ്മുടെ വേദനകൾ കേട്ടിരുന്ന് നമ്മുടെ മനസ്സിൽ ഒരു സ്ഥാനം നേടിയ ആൾക്കാരുണ്ടാവല്ലോ, അവരെ നമ്മളെപ്പോഴും നന്ദിയോടെ ഓർക്കണം. നമ്മളെ വേദനിപ്പിച്ചവരെ നമ്മൾ ഓർക്കേണ്ട ആവശ്യമില്ല, പക്ഷെ നമ്മുടെ പ്രശ്നങ്ങളെ കേട്ടിരുന്ന് നമ്മളുടെ നമുക്ക് ആ വിഷമഘട്ടങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ആ ഒരു സ്ഥാനം കൊടുത്ത് അവരെ എപ്പോഴും നന്ദിയോടെ ഓർക്കുന്നത് നല്ലതായിരിക്കും. എല്ലാത്തിനോടും നന്ദിയുള്ളവരായിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഓക്കെ, ഹാപ്പി ലൈഫ്. താങ്ക് യു.